സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഈ മൺകൂടാരങ്ങളിൽ ഏതാനും ദിവസങ്ങൾ മാത്രം ഈ ഭൂമിയിലെ നമ്മളായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനേകർ ആഗ്രഹിച്ചു, കടന്നു വരാൻ കഴിഞ്ഞില്ല. പലര് ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചിലര് രോഗമായിട്ട് റൊമാനിൽ നിന്ന് വരാനിരുന്നവരാണ്. അവര് ചിക്കൻ ബോക്സിന്റെ ഭാരത്താൽ അവര് വീട്ടിലിരിക്കുകയല്ല, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ പ്രയാസത്തിൽ അനുഭവിക്കുന്നു. വേറെ ചിലർക്ക് മരണം, വേറെ ചിലർക്ക് വിവാഹം. പലർക്കും പല പല തടസ്സങ്ങൾ, പല പല ക്രമീകരണങ്ങൾ ഓരോ ഭാഗങ്ങളായിരിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന പലരും എന്നോട് പറയും, മീറ്റിങ്ങിന് കടന്നു വരാൻ എനിക്ക് അങ്ങ് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, ആഗ്രഹിച്ചതുകൊണ്ട് പ്രിയ കുഞ്ഞ് നിനക്ക് വരാൻ പറ്റില്ല. ആഗ്രഹിച്ചത് കൊണ്ട് നിനക്ക് വരാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ ആഗ്രഹത്തിൽ നിൽക്കുന്ന കാര്യമല്ല. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഇതിന്റെ പുറകിൽ ഒരു ബലം പ്രയോഗം വേണം. കാരണം ഇത് സാധാരണ ലോകത്ത് നടക്കുന്ന ഒരു മീറ്റിംഗ് അല്ല, കൺവെൻഷൻ അല്ല, ക്രൂസൈഡ് അല്ല. സ്തോത്രം. കൺവെൻഷൻ ക്രൂസൈഡുകൾക്കെല്ലാം മനുഷ്യർക്ക് കിട്ടുന്നത് കൊടുക്കുവാനാണ് പ്രസംഗകൻ നിൽക്കുന്നത്. എന്നാൽ ദൈവം ഈ മീറ്റിംഗ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മനുഷ്യർക്ക് കിട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയല്ല. ദൈവത്തിന് മനുഷ്യരിൽ നിന്ന് എന്താണ് ആഗ്രഹം എന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ്. അത് മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മനസ്സ് എന്താണെന്ന് ദൈവജനത്തിന് പൊഴിച്ചു കൊടുത്ത്, എസ്പെഷ്യലി ദൈവദാസന്മാർക്ക് പൊഴിച്ചു കൊടുത്ത്, അവരെ കൊണ്ട് ദൈവഹിതം ഈ ഭൂമിയിൽ ചെയ്യിക്കുവാനാണ് ദൈവം ഈ മീറ്റിംഗ് ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങോട്ട് കിട്ടുന്നതിനെ കുറിച്ച് കേൾക്കുവാൻ നമുക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷേ അങ്ങോട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് കേൾക്കുവാൻ ഇന്ന് ലോകത്തിന് താല്പര്യമില്ല. ഈ മീറ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരങ്ങളെക്കാൾ ഉപരി ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ഇസ്രായേൽ മക്കൾക്ക് തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി, എങ്കിൽ മോശയ്ക്ക് വെളിപ്പെടുത്തിയത് തന്റെ മനസ്സാണ്. സ്തോത്രം. ഹല്ലേലൂയ. ലോകം കണ്ടത് യേശുവിന്റെ കരങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ ദാസ്യമാർ കാണേണ്ടത് യേശുവിന്റെ മനസ്സിനെയാണ്. ഇത് യേശുവിന്റെ മനസ്സ് കാണാൻ ഒരു മിക്കവർക്കും താല്പര്യമില്ല. പകരം തൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് പലർക്കും താല്പര്യം. എന്നാൽ ദൈവജനം അറിയുന്നില്ല തൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശത്രുവാണെന്നുള്ള കാര്യം. പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം. ഇന്ന് കൂടുതൽ പേർക്കും താല്പര്യം തങ്ങളുടെ ഇഷ്ടം ചെയ്യുവാനാ, തങ്ങൾക്ക് താല്പര്യമുള്ളത് എന്തെങ്കിലും ചെയ്യുവാനാ. എന്നാൽ ദൈവത്തിന്റെ താല്പര്യം അതല്ല. ദൈവം ഓരോരുത്തർക്കുമുള്ള മിനിസ്ട്രി മേഖല, ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം സമയം ആരംഭിക്കുന്നതിന് മുമ്പേ ഒരുക്കി തിട്ടപ്പെടുത്തി നിശ്ചയിച്ചു കഴിഞ്ഞു.
അത് വ്യക്തമായി നാം മനസ്സിലാക്കി അത് നാം ചെയ്യുന്നുവെങ്കിൽ അതിലാണ് ദൈവത്തിന് പ്രസാദമുള്ളത്. വാക്കുകളിലൂടെ, വചനത്തിലൂടെ ഓരോരോ കാര്യങ്ങളും തുടർന്ന് കടന്നു വരുമ്പോൾ ഇവിടെ തെളിയിക്കപ്പെടുവാനായിട്ടിടയാകും. ഇവിടെ കടന്നു വന്നിട്ടുള്ള ദൈവദാസന്മാർ, ദാസിമാർ, അവരോട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം, ഇവിടെയുള്ള ദൈവദാസന്മാരെ ആരെയും വിശ്വസിക്കരുത്. അവർ പറയുന്നത് വിശ്വസിക്കരുത്. തിരുവചനം പറയുന്നത് മാത്രം വിശ്വസിക്കുക. സ്തോത്രം. ഈ തിരുവചനത്തിൽ ഇല്ലാത്തതൊന്നും ഇവിടെ പറയുകയില്ല. ദൈവത്തിന്റെ വചനം പറയുകയാണ്, 2 or 3 പേരുടെ സാക്ഷ്യമൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. മിനിമം ഇതിൽ 2 അതിൽ കൂടുതൽ വാക്യങ്ങൾ ഉള്ളത് മാത്രമേ ഇവിടെ പറയുകയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇത് മനസ്സിലാക്കി നിങ്ങൾ കടന്നു പോകുമ്പോൾ ലോകം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അറിയിച്ചുകൊണ്ടേയിരിക്കും. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വം കടന്നു വരും. നിങ്ങൾ ഈ കടന്നു വന്നു, നിങ്ങൾ ചിന്തിക്കരുത് ലോകത്തുള്ള മറ്റുള്ളവര് കടന്നു വരാഞ്ഞതിന്റെ കാരണം വേറെ എന്തെങ്കിലുമാണ് എന്ന്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നിങ്ങളിവിടെ കേൾക്കുവാൻ പോകുന്ന വചനം മുഴുവൻ ദൈവരാജ്യത്തിന്റെ വചനങ്ങളാകയാൽ ഇതെല്ലാവർക്കും കൊടുക്കുകയില്ല. വരം ലഭിച്ചവർക്ക് മാത്രമേ ഇത് ലഭിക്കപ്പെടുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, നീ എന്തോ ഉപമകളായി സംസാരിക്കുന്നേ? എന്നാ വെട്ടി തുറന്ന് മര്യാദയ്ക്ക് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവില്ലേ? കർത്താവ് പറഞ്ഞു, ഇത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുകയാണ്, അവർക്കോ കിട്ടിയിട്ടില്ല. അവർ ബിസിയാ. പള്ളിപ്രമാണിയുണ്ട്, ഫാരിസയനുണ്ട്, ശാസ്ത്രിയുണ്ട്. ദേ ആർ വെരി ബിസി ഫോർ റോങ് അസൈൻമെന്റ്. അവർ ചെയ്യേണ്ടതല്ലാത്ത പ്രവൃത്തികളിൽ കൂടുതൽ പേര് ബിസി ആയിരിക്കുന്നു. പിശാച് അവിടെ ജയം പ്രാപിച്ചിരിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ഈ സമയങ്ങൾ നമുക്കായിരിക്കാം. ഒരല്പസമയം കൊണ്ട് ഈ ക്ലാസിൻ്റെ ചില ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങൾ മാത്രം അറിയിച്ചുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള സെക്ഷൻ മുതൽ പല ദൈവദാസന്മാർ മാറി മാറി ഇവിടെ കടന്നു വരുവാനിടയാകും. ഓരോ ദൈവദാസന്മാരും ഓരോ സബ്ജക്റ്റുകളായിരിക്കും എടുക്കുന്നത്. ഏതൊക്കെ ദൈവദാസൻ ഏതൊക്കെ സമയത്ത് എടുക്കുന്നു എന്നുള്ളത് അപ്പോൾ മാത്രമേ അറിയിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരും ചോദിച്ച് ഇന്ന സമയത്ത് ആരാ എന്നാ വരുന്നത് ചോദിക്കരുത്. സാധാരണ കൺവെൻഷൻ പോലെ അങ്ങനെ ഇവിടെ ഒന്നും അറിയിക്കുന്നതല്ല. തക്ക സമയത്ത് ഓരോ ദിവസവും ഓരോ സമയത്തും ഓരോരോ ദൈവദാസന്മാർ കടന്നു വരും. അവർ ഏറ്റവും വേണ്ടപ്പെട്ടതും പ്രാധാന്യമേറിയതുമായ വിഷയങ്ങൾ നമ്മളെ അറിയിക്കും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിലൊരു നോട്ട് പുസ്തകം വേണം. റെക്കോർഡിങ്ങിന് ഫെസിലിറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ലത്. പറയുന്ന കാര്യങ്ങൾ, സ്ക്രീനിൽ കാണുന്ന വാക്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം. ഇൻ്റർവെൽ സമയത്ത് അത് ഓരോന്ന് നോക്കി ഈ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ നോക്കി തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഇവിടുന്ന് വചനം സംസാരിക്കുമ്പോൾ പ്രിയരെ, നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ സൈൻ ചെയ്യും നിങ്ങളുടെ അകത്ത്. സ്തോത്രം. അങ്ങനെ അത് കൺഫേം ചെയ്യപ്പെടുവാനിടയാകും. കാരണം ഒരേ ആത്മാവിൽ വചനം സംസാരിക്കുമ്പോൾ ഇവിടുന്ന് ദൈവദാസന്മാർ തുടങ്ങുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാക്കാൻ തുടങ്ങും.